ഗായ്സ് നല്ല അടിപൊളി ഗ്രാമം കേട്ടോ. ഞാൻ ഗോപ്രോ അതാ ഓണാക്കിയോ, ഗോപ്രോ ഓണായെന്ന് തോന്നുന്നു. ഓ രക്ഷയില്ല, അമ്മോ അടിപൊളി സൂപ്പർ സ്ഥലം. എന്നാ വ്യൂവാ എൻ്റെ അമ്മ, എന്നാ ഭംഗിയാ. ഓ രക്ഷയില്ലാത്ത സ്ഥലം. ഇതാണ് റിവർ സൈഡ്, അതായത് ശരിക്കും പുഴയുടെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ. ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ്. ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ കാട്. എല്ലാ തരം ലാൻഡ്സ്കേപ്പോട് ഒരുമിച്ച് കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഫോളിങ് റോക്സ്, കർത്താവേ സൂക്ഷിച്ചു പോകണമല്ലോ. ഗായ്സ് നോക്കൂ, എൻ്റെ അമ്മോ എന്നാ ഭംഗിയത്, എന്തോ ഇത്. ഓ ഒരു സ്വർഗം പോലെ. ഓ ഇതാണ് കൺട്രി സൈഡിൽ വന്നുള്ള ഗുണം കേട്ടോ. എന്തോ ഒത്തിരി ലാൻഡ്സ്കേപ്സും കാര്യങ്ങളും ഒരുമിച്ച് കാണും. പക്ഷേ പ്രതീക്ഷിക്കാതെ ഒത്തിരി കുഴികളും ഗട്ടറുകളും ഉണ്ട്. ബൈക്ക് സൂക്ഷിക്കണം. 1000 cc തന്നെ കേട്ടോ. അത് നമുക്കൊന്നും പറയാനില്ല. എന്നാ ത്രില്ലാന്നറിയോ ഓടിക്കാൻ. സുസുക്കി ഉള്ളതുകൊണ്ട് എനിക്കൊരു 1000 cc കിട്ടി. വേറെ ബ്രാൻഡിലൊക്കെ എടുക്കണം, എന്തോ ഒരു പൈസ ഉണ്ടാക്കണം. ഇതാ നമ്മളിങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ എങ്ങോട്ടേലും ഒരു സ്ഥലം വിചാരിച്ച് ഇറങ്ങിയാൽ മതി. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരണമെന്ന് വിചാരിച്ചല്ലേ, ഞങ്ങൾ വൈസ്മേ ഫെറി വരെ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ വൈസ്മേ ഫെറി വന്നപ്പോൾ ഫെറിയെ കയറി പോകുമെന്ന് വിചാരിച്ചു. ഫെറിയെ കയറി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ല കിഡിലനായിട്ടുള്ള ഈ റോഡൊക്കെ കിട്ടി. നല്ല അടിപൊളി റൂട്ട് കേട്ടോ ബൈക്ക് ഓടിക്കാനിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി റൂട്ട്. അങ്ങനെ നമ്മൾ ആ സ്വർഗം പോലത്തെ സ്ഥലം എത്തിയോ? ഇതല്ലേ ഇത് തന്നെ. എൻ്റെ അമ്മോ കാണു ഗായ്സ്. ഓ എൻ്റെ അമ്മോ ഭംഗി എന്ന് പറഞ്ഞ ഇതാണ്. ഇതൊക്കെ കുതിരയല്ലത്. റോഡ് നോക്ക്, ഒരു രക്ഷയില്ല. എന്നാ ഭംഗിയാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി. ഭയങ്കര ഫീലിംഗ്. പോവാൻ തോന്നുന്നില്ല, വണ്ടി അങ്ങോട്ട് കൈ കൊടുത്ത് പോകാൻ പോലും തോന്നുന്നില്ല. ഓ അയ്യോ പഴയ ഗ്രാമപ്രദേശം. റൈഡ് ചെയ്യാന്ന് ഇതിലെ കൂടെ തന്നെ റൈഡ് ചെയ്യണം. സുബിംപ്രോ ആക്സ് 1.2 ഇത്ര നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കുണ്ടല്ലേ, ഞാൻ ഇതുവരെ കൈവിട്ട് ഓടിച്ചില്ല. വേണ്ട, സർക്കസ് കാണിക്കാൻ നിന്ന പണി കിട്ടും. പണിയല്ല ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഭയങ്കര പഴയ റീജിയണൽ സ്ഥലങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാരില്ലാത്തത്, വീടുകളില്ലാത്തത്. പിന്നെ മൃഗങ്ങൾ ഇഷ്ടം പോലെ കാണും. ഇതുണ്ടല്ലോ എല്ലാം ഫാമുകളാണ്. അതുകൊണ്ടോ സായിപ്പ് 2 റോട്ട് വീലർ, ചെമ്മരിയാടുകൾ, എല്ലാ സംഭവം ഉണ്ട് ഇവർക്ക്. ഓ നല്ല അടിപൊളി ഫാം. സുസുക്കി GSX കൊണ്ട് ആദ്യത്തെ ലോങ് റൈഡ് ഈ അടിപൊളിയായിരുന്നു ഗൈസ്. ഫീലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫീല്. ഗൈസ് ആ റിവറിൻ്റെ അപ്പുറത്തെ മരങ്ങൾ നോക്ക്. ഗോപ്രോയിൽ കാണുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ഇതിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. എല്ലാം വീട് റിവർ സൈഡ്. എല്ലാ ആൾക്കാർക്കും ഫ്രണ്ടിൽ ഓരോ ബോട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ഇതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കാറ്. ഞങ്ങളിവിടെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും തപ്പിയതാണ്. പക്ഷേ ഇത് കണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്ത ലക്ഷണം. ഈ മനുഷ്യന്മാരെങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്കറിയാത്ത. എന്തോ ചെയ്യുന്നതിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ദ്വീപ് പോലെ. ഞങ്ങൾക്ക് ഞാൻ തിരിച്ചു പോയി ഫെറിയെ കയറി തിരിച്ചു പോകണം. അതിൻ്റെ മുമ്പ് ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ സൈഡാക്കാൻ നോക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വിടാൻ പറ്റുമല്ലോ ഇവിടെ നിന്ന്. അതെ, ഞങ്ങളിവിടെ തിരിക്കുക.
അങ്ങോട്ട് ഇറക്കിയിട്ട് ഫോട്ടോ എടുക്കാം. അതെ നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി കുറച്ച് അടിപൊളി വ്യൂ. ഞങ്ങളിവിടെ നിർത്തിയിട്ടേ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഒരു 2 വാക്ക് റൗണ്ടൊക്കെ എടുക്കാൻ വണ്ടിയുടെ. എന്നിട്ട് പൊളി 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 ഓഫ് റോഡ് വണ്ടിയാണോ എൻ്റെ? അല്ല അമ്മേ, ഞാൻ ഇതിലെ കൂടെയാണ് ഇറങ്ങുന്നത്. പണ്ടത്തെ ആൾക്കാർ പറയും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കരുത്, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കരുത്. വണ്ടി മൊത്തം ചെളിയാവുന്ന ലക്ഷണമാണ്. നല്ല സാരമില്ല, ചെളിയൊന്നൊരു വിഷയമില്ല. നമുക്ക് ഭംഗിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ കാഴ്ച നോക്കും. എന്തൊരു വ്യൂ! ഏയ് കുഴപ്പമില്ല. കല്ലുണ്ട് ബാക്കിൽ, ഇച്ചിരി റിവേഴ്സിൽ എടുത്ത് വെച്ചു. കല്ലുണ്ട് അവിടെ. അപ്പച്ചൻ മീൻ പിടിക്കുക. അയ്യോ, അപ്പച്ചൻ്റെ സുഖം. എന്ത് വ്യൂ നോക്ക്. ഞാൻ പറഞ്ഞ മരങ്ങൾ കണ്ടോ അപ്പുറത്തുള്ള? ഞാൻ റിവേഴ്സ് പോയി പുഴയിൽ പോകാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ചുകൂടെ അപ്പുറത്തോട്ടാ? കല്ലുള്ളിടത്ത് നോക്കി. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച കാര്യം എപ്പോഴും കല്ല് നോക്കി വെക്കണം, അല്ലെങ്കിൽ വണ്ടി ചിലപ്പം താഴെ വീഴും. ഇതിൻ്റെ സൂപ്പർ ചാർജ് സൗണ്ട് രക്ഷയില്ല. ഒരു കല്ലിൻ്റെ പുറത്ത് നിർത്ത്. ഞാൻ ഒരു കല്ല് വെച്ചാലോ? ഒരു മിനിറ്റ്, ചുമ്മാ ജസ്റ്റ് ഫോർ ക്ലച്ചോ? എൻ്റെ കേട്ടോ. നിർത്തി, കുറച്ച് ഫ്രണ്ടിലോട്ട് ഇച്ചിരം കൂടെ. നിർത്തിക്കോ. ഇല്ലല്ല, ആ കല്ലിന് വലിപ്പമുണ്ട്. മതി. കല്ലല ആണോ? എഡ്ജ് കല്ലല. അവിടെ നിൽക്കൂല, കുറച്ച് മുമ്പോട്ട് ഇറങ്ങണം. അയ്യോ, നിർത്ത്. ഓക്കെ, ഇതാണ് എൻ്റെ അമ്മച്ചേ. അയ്യോ, ആരോഗ്യം വേണം കേട്ടോ നമുക്ക്. ഇത് ശരിയാവില്ല, ഒരു നിഞ്ച തള്ളണമെങ്കിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്നാ വ്യൂ അല്ലേ? വരത്തില്ല, അത് ഗിയർ ഇട്ടാൽ പിന്നെ വരത്തില്ല. ഐഡിലിങ്ങിനെ വരാനുള്ളൂ. അത് ഗിയർ എന്ന് പറഞ്ഞ സ്റ്റേഷനറി മുമ്പ് പിന്നെ വരത്തില്ല. അത് സൂപ്പർ ചാർജിൻ്റെ. പക്ഷേ ആക്ച്വലി സൂപ്പർ ചാർജിൻ്റെ ആവശ്യമില്ല നമുക്ക്, അത് ഒത്തിരി പവർഫുള്ളാണ്. BA നിന്നാൽ മതി, പോകണ്ട. ട്രാക്കിൽ പോണേ, ട്രാക്കിൽ പോയി. ട്രാക്കേലോ? ട്രാക്കേലോ? അവർ സമ്മതിക്കത്തില്ല. ആന്നല്ലോ, അല്ലാതെ സ്റ്റാർട്ട് ആകുമ്പോൾ പോകണം. അല്ലല്ലോ, എഞ്ചിൻ ഓയിൽ. ഏതാ? അല്ലല്ല, അല്ല ഇപ്പുറത്ത് മെയിൻ്റനൻസ് ഇപ്പുറത്ത് റെഡ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാം. ഇനി പോയി ഫെറിയൊക്കെ കയറണം. അപ്പം നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്. ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി വേഗം പോയി ഫെറിയെ കയറി അപ്പുറം എത്തിയിട്ട് പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കണ്ടുപിടിച്ച് എവിടുന്നേലും കഴിക്കണം. ഭയങ്കര അഴുക്ക് റോഡാണ് കേട്ടോ ഇവിടെ. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലതായിട്ട് കണ്ടു തീർക്കും. ഞാൻ കുറച്ച് മെല്ലെ പോകും. അതാണ് എൻ്റെ ഹെൽമെറ്റിനും എൻ്റെ ഗോപ്രോയ്ക്കും എൻ്റെ ഗോപ്രോയ്ക്ക് ഉണ്ടല്ലോ എല്ലാത്തിനും അതാണ് നല്ല. എൻ്റെ അമ്മേ, കല്ല് അയ്യോ, വേറും കല്ലടി. ഇതെന്താ ഇപ്പം ടാറിട്ടാണ്? അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും കല്ല് കിടപ്പില്ലായിരുന്നല്ലോ. ഇനി വഴി മാറി ഞങ്ങളില്ലല്ലോ. കാഴ്ച ഈ സ്ഥലം കണ്ടോ എന്തൊരു അടിപൊളിയാണ്.
ഓ, ഏതോ ഒരു ഐലൻഡിലൊക്കെ എത്തിയ ഫീൽ അവിടെ എത്തുമ്പോൾ. നല്ലൊരു ഭംഗിയുള്ള പാലം വരുന്നുണ്ട് അവിടെ മുമ്പിൽ. ഞാൻ ഇത്ര നേരം GoPro ഓഫാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ ഈ പാലം. ഓ, ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഭംഗിയില്ല കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. കാരണം അവിടെ നമ്മുടെ ഇറക്കം ഇറങ്ങി വരുമല്ലേ. അടിപൊളി. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് ഫെറി എത്താനായി. അയ്യോ, നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട സ്ഥലം. ഓഹ്, അടിപൊളി. കൺവി ട്രെയിൻ ഹിസ്റ്റോറിക്കൽ പ്രക്നിക്ടോ. ഒത്തിരി ട്രെയിൽസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ കാട്ടിക്കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഭയങ്കര രാജ്യമാണ് ഓസ്ട്രേലിയ. അധികം ആൾക്കാരും ഇല്ല, ഭയങ്കര വലുപ്പമായി. ഒരറ്റത്തുനിന്ന് എല്ലാവരും ഉള്ള കോസ്റ്റൽ ലൈനിലല്ലേ. അപ്പോൾ ഒരറ്റത്തുനിന്ന് അടുത്തറ്റം വരെ നമുക്ക് പോലും കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മനുഷ്യന്മാർ കുറഞ്ഞ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ബൈക്കിലൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖം. അങ്ങനെ ഞങ്ങൾ എത്താനായെന്ന് തോന്നുന്നു ഫെറിയുടെ അടുത്ത്. അല്ലേ, എന്താ പറയുകയാണത്തെ വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല. അബദ്ധമായി. വെള്ളം എടുത്താൽ മതി. ഞാൻ ഈ ടാങ്ക് ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇല്ലാത്ത കൊള്ളുമായിരുന്നു. ഒരു വെള്ളക്കുപ്പി കൊള്ളാത്ത പ്രശ്നമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും വെള്ളം എടുക്കണം. അയ്യോ, നല്ലൊരു കുഴിയായിരുന്നു. ഓ ഗൈസ്, നോക്ക്. അമ്മോ, ഇലകളൊക്കെ നോക്കില്ല. സൂര്യപ്രകാശം അടിച്ചിങ്ങനെ ഇളം പച്ച ഇലകൾ. GoProയിൽ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ആകെ മെയിനായിട്ട് നമുക്ക്. എന്തോന്നെ കൊണ്ടുവച്ചേക്കുന്നത്. യെസ്, വി ആർ ബാക്ക് ടു ഫെറി. അപ്പുറം എത്തുക, ഫസ്റ്റ് കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കും. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് GoProയുടെ ചാർജ് പോയാൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ വീഡിയോ അവിടെ അവസാനിപ്പിക്കും. അയ്യോ, ഫെറി ഇല്ല. ഫെറി കഴിക്കാൻ പോയോ? സ്റ്റോപ്പ്, വെയിറ്റ് ഹിയർ ഫോർ ഫെറി. ഓക്കെ, ഐ എം വെയിറ്റിംഗ്. കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ. യെസ്, വി ആർ ഗോയിങ് ടു ദ ഫെറി. വീണ്ടും നമ്മൾ ഫെറിയിൽ. എൻ്റെ പൊളിയായിരുന്നു, സൂപ്പർ. കറക്റ്റ് സമയത്ത് നമ്മൾ വണ്ടി മാറ്റി. ഡുക്കാട്ടി കൊണ്ട് വന്നായിരുന്നെങ്കിൽ നമ്മൾ എളുപ്പം അനുഭവിച്ചേ. മെഷർ ചെയ്യുമല്ലോ, ഇനേർഷ്യൽ മെഷർമെന്റ് യൂണിറ്റ് അല്ലേ. ഒരു ഇടിയില്ല, ഒന്നുമില്ല. അതായത് 6L 40 പോയിക്കോളും. ആണോ ഇവനോ? നമ്മളിപ്പോ പരിചയപ്പെട്ട പയ്യൻ. അവൻ്റെ അടുത്ത് ഇപ്പൊ ഏതാ എന്നാ പറഞ്ഞേ? BMW. അതാ എന്താ പറഞ്ഞു, GS ആണെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ പോകാൻ തുടങ്ങി തോന്നുന്നു. GS ആണുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞുണ്ടല്ലോ, നാട്ടിൽ പോലും നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഇല്ലെങ്കിൽ ഇവന്മാർ ഫെറി കൊണ്ട് പോവോ? ഇൻസ്ട്രുമെന്റ് റീസെറ്റ് 17 ഉണ്ട്. എൻ്റെ അമ്മോ, പിന്നെന്താ വേണം? ഡുക്കാട്ടിയേക്കാളും മൈലേജ് സൂപ്പർ ബൈക്ക് ആയിട്ട്. എൻ്റെ എത്ര റേഞ്ച് എത്ര? 134 ഉണ്ടല്ലേ? അപ്പോൾ കുഴപ്പമില്ല. എൻ്റെ 139. ഓ, എനിക്ക് 15 കിലോമീറ്റർ മൈലേജ്. പക്ഷെ നല്ല റേഞ്ച്, അത് അൺബിലീവബിൾ റേഞ്ച്. ആ ഒരു എന്താ എത്രയായിരുന്നു ഇതിൻ്റെ ഹോഴ്സ് പവർ? ഇതിൻ്റെ ഹോഴ്സ് പവർ എത്രയായിരുന്നു? 150 ആണോ അതോ 200 ആണോ? 200 ഉണ്ടല്ലേ, 190 ഉണ്ട്.
അപ്പച്ചൻ പോയിട്ട് പോവാല്ലേ? ഇയാൾ പോയിട്ട് പോവാൻ അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഈ ഫുഡ് കഴിക്കാൻ പോവാ. ഇതൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര ഒരു സൂപ്പർ ഏരിയ. ഒരു ഫിഷ് ആൻഡ് ചിപ്സ് കണ്ടു. അവിടെ ഒരു ഇൻ കാഫേ കണ്ടു, ബൈക്കേഴ്സ് കാഫേ അല്ല ബൈക്കേഴ്സ് ഇൻ.